9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് അതിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അയോണിക് ബോണ്ടിങ്. അയോണിക് ബോണ്ടിങ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് കെമിക്കൽ ബോണ്ടിങ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ടിങ്. ഒരു മോളിക്യൂളിനകത്ത് ആറ്റംസ് തമ്മിൽ ചേർന്ന് നിൽക്കാൻ കാരണമായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഈ കെമിക്കൽ ബോണ്ടിങ് വഴിയാണ് ആറ്റങ്ങൾ ചേർന്ന് ഒരു മോളിക്യൂളായിട്ട് നിൽക്കുന്നത്, സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് അയോണിക് ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് വിച്ച് ആർ ദ ആറ്റംസ് ദാറ്റ് കമ്പൈൻ ടു ഫോം സോഡിയം ക്ലോറൈഡ്. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ആറ്റമാണ് ഉപയോഗിക്കുന്നത്? സോഡിയവും ക്ലോറിനും. അനലൈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഈച്ച് ഓഫ് ദീസ് ആറ്റം. അപ്പോൾ നമ്മൾ സോഡിയം, ക്ലോറിൻ ഇത് രണ്ടുമാണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് സോഡിയം ആറ്റം. അപ്പൊ നമുക്കറിയാം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2, 8, 8 2 എത്രയായി? 10. ബാക്കി എത്രയാ ഉള്ളേ? 1, 2, 8, 1. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17. അപ്പൊ നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2, 8. 8 2 ആയപ്പോൾ 10 ആയി. ബാക്കി 7. അപ്പോൾ ഇതാണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് സോഡിയത്തിന്റെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് സോഡിയം ആറ്റം. സോഡിയം ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1. വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ക്ലോറിൻ. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 7. ഹൗ ഡു സോഡിയം ആൻഡ് ക്ലോറിൻ അറ്റൈൻ സ്റ്റെബിലിറ്റി. അപ്പൊ സോഡിയം ക്ലോറിനും എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വന്നാലേ അതിന് സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ ആറ്റത്തിന്. പക്ഷെ ഇതിന്റെ കേസിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വഴിയില്ലല്ലോ. 8 ഇലക്ട്രോൺ സിസ്റ്റം അല്ല, ഇവിടെയും 8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല. പിന്നെ എങ്ങനെ അതിന് കിട്ടി എന്ത് സ്റ്റെബിലിറ്റി? ഇവിടെ നോക്കേ, നമ്മൾ ബോർ മോഡൽ പഠിച്ചില്ലേ, അതിനനുസരിച്ച് സോഡിയവും ക്ലോറിനും വരച്ചിട്ട് എങ്ങനെ സോഡിയം ക്ലോറൈഡായി മാറി എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് നോക്കാം. സോഡിയത്തിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു 2, 8, 1. ദെൻ ക്ലോറിന് പറഞ്ഞു 2, 8, 7. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ക്ലോറിന്റെ കേസിൽ നോക്കിയേ, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ദെൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പോൾ ഇതിന് രണ്ടിനും സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ സോഡിയത്തിന്റെ ഈ ഇലക്ട്രോൺ അങ്ങ് പോണം. അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവൂലേ, അപ്പോൾ സോഡിയത്തിന് സ്റ്റെബിലിറ്റി കിട്ടില്ലേ? നോക്കിയേ, ഇവിടുത്തെ 1 ഇലക്ട്രോൺ ഈ ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് അക്സെപ്റ്റ് ചെയ്താൽ, ഈ 1 ഇലക്ട്രോൺ ക്ലോറിൻ സ്വീകരിച്ചാൽ ഇവിടെ 8 ഇലക്ട്രോൺസ് ആവില്ലേ ഔട്ടർ മോസ്റ്റ് ഷെല്ലില്? ഇവിടെയും 8 ആവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില്, ഇവിടെയും 8 ആവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില്. അങ്ങനെ 2 എലമെന്റ്സ്, 2 ആറ്റത്തിനും സ്റ്റെബിലിറ്റി കിട്ടും. നോക്കാം, സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 1 ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ കളറും പിങ്ക് കളറും ഒക്കെ ഡോട്ട് ഇട്ടതാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല. ഇപ്പൊ നോക്കിയാൽ ഇവിടെ കമ്പൈൻ ചെയ്ത് എഴുതിയേക്കുന്നതിൽ സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇല്ല. 1 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. ക്ലോറിന് കൊടുത്തു. അപ്പൊ ക്ലോറിൻ അത് മേടിച്ചു. കണ്ടോ, പച്ച കളറിൽ ഒരു ഡോട്ട് കിടക്കുന്നുണ്ടോ? സോഡിയത്തിന്റെ 1 ഇലക്ട്രോൺ ക്ലോറിൻ മേടിച്ചു. അപ്പൊ ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി, സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും ഇപ്പോൾ 8 ഇലക്ട്രോൺ ആയി. നമ്മൾ ബോർ മോഡൽ പറഞ്ഞല്ലോ, സോഡിയത്തിന്റെയും ക്ലോറിന്റെയും കേസിൽ ബോർ മോഡൽ വരച്ചു. പക്ഷെ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ചും അതിനെ റെപ്രസെന്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് റെപ്രസെന്റിംഗ് ഇലക്ട്രോൺസ് യൂസിംഗ് ഡോട്ട്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. അറൌണ്ട് ദ സിംബൽ ഓഫ് ആൻ എലമെന്റ്, ഒരു എലമെന്റിന്റെ സിംബലിന്റെ ചുറ്റും ഡോട്ട്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി അമേരിക്കൻ കെമിസ്റ്റ് ഗിൽബർട്ട് ആൻഡ് ലൂയിസ്.
ഈ സയന്റിസ്റ്റ് കൊണ്ടുവന്നതാണ് അത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇൻ അഡീഷൻ ടു ഡോട്ട്സ് ക്രോസ് സിമ്പിൾസ് ആർ ഓൾസോ യൂസ്ഡ്. നമ്മൾ ഡോട്ട്സ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്, പക്ഷേ ക്രോസ് സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. Only valence electrons are labeled around the symbol of an element. അപ്പോൾ ഒരു എലമെന്റിന്റെ ചുറ്റും ഡോട്ട്സ് രേഖപ്പെടുത്തിയിട്ട് ചെയ്യുന്നതാണിത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സോഡിയത്തിന്റെയും ക്ലോറിന്റെയും കേസിൽ നോക്കുമ്പോൾ മനസ്സിലാകും. നോക്കിയേ, നമ്മൾ പറഞ്ഞല്ലോ ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാന്ന്. സോഡിയത്തിൻ്റെത് നമ്മൾ ബോർ മോഡൽ വെച്ച് റെപ്രസെന്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ക്ലോറിനിലോട്ട് പോയിട്ട് ക്ലോറിൻ സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്നതെന്ന്. ഇതിന്റെ സിമ്പൽ ഉണ്ട്, അത് താഴോട്ട് വരുന്നുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം സിമ്പല്. സോഡിയം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി ക്ലോറിന് കൊടുത്തു ഇല്ലേ, അപ്പോൾ സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടമായി. ഒരു ഇലക്ട്രോൺ നഷ്ടമായപ്പോൾ ഇവിടെ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ആണ് കിട്ടിയത്. എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ്. ഇനി ക്ലോറിൻ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പോൾ ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടി. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തപ്പോൾ സോഡിയത്തിന് കിട്ടിയ ചാർജ് പോസിറ്റീവ് ചാർജും, ഇലക്ട്രോണിനെ സ്വീകരിച്ചപ്പോൾ, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ക്ലോറിന് കിട്ടിയത് നെഗറ്റീവ് ചാർജ്. ഓർത്തു വെക്കുക, ഇതിന്റെ ബാക്കി നമ്മൾ താഴോട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞു സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമാണ് നമ്മൾ ഡോട്ട് ഉപയോഗിച്ച് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഡോട്ട് ഒന്നല്ലേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഒന്നല്ലേ, ആ ഒന്നാണ് ഈ എണ്ണയുടെ മുകളിൽ എഴുതിയേക്കുന്നത്. സോഡിയത്തിന്റെ സിമ്പലാണ് Na. ഇനി ക്ലോറിനിൽ നോക്കിയേ, 287 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിന്റെ ലാസ്റ്റ് വരുന്ന 7 എന്നുള്ളതാണ്. 7 ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇവിടെ ഡോട്ടിൽ കൊടുക്കുന്നത്. 1 2 3 4 5 6 7 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7. നമ്മളപ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബോർ ഡയഗ്രാം എല്ലാം വരയ്ക്കേണ്ട, ഒരു സിമ്പൽ എഴുതിയിട്ട് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഡോട്ട് രൂപത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് രൂപത്തിൽ മാത്രം നമ്മൾ രേഖപ്പെടുത്താം. ഇനി ഇത് സോഡിയം ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന നോക്കിയേ. ഈ സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോൺ ക്ലോറിനിലോട്ട് കൊടുത്താൽ രണ്ടു പേർക്കും സ്റ്റെബിലിറ്റി കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഈ സോഡിയത്തിന്റെ ഒരാറ്റം ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. അപ്പൊ ക്ലോറിന് ചുറ്റും എത്രയായി? 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ക്ലോറിനായി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ, ഇപ്പോ 2 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടി. അപ്പൊ അങ്ങനെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷനിലോട്ട് വന്നു. സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടി, സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, ക്ലോറിൻ ആ ഇലക്ട്രോൺ സ്വീകരിച്ചു, അതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് ചാർജും കിട്ടി. ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാമല്ലോ. ഇത് നോക്കിക്കേ, സോഡിയത്തിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് സോഡിയത്തിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 281. നമുക്കറിയാം, നേരത്തെ എഴുതിയിട്ടുണ്ട് ഇവിടെ 281. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 + 8 + 1 11 ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പറും ഇലക്ട്രോൺസും പ്രോട്ടോൺസും സെയിം ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ആണ്, 11 ആണുള്ളത്. ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ്, എണ്ണയും Cl ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നതിന് മുൻപ്. അപ്പോൾ ചാർജ് ഉണ്ടോ സോഡിയത്തിന്? ചാർജ് ഇല്ല, നോ ചാർജ്. ഇനി ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ, ഈ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? ക്ലോറിന് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തത് കൊണ്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 എന്നായി മാറി. നമ്പർ ഓഫ് ഇലക്ട്രോൺസോ ഒരെണ്ണം കുറഞ്ഞു ഇല്ലേ, ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്തില്ലേ, അപ്പോൾ 10. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര തന്നെയാണ്? 11 തന്നെയാണ് അല്ലേ. ഇലക്ട്രോൺസ് മാത്രമാണ് ക്ലോറിനിലോട്ട് ചാടിപ്പോയത്. പ്രോട്ടോൺസ് എവിടെയാണ് ഇരിക്കുന്നത്? ന്യൂക്ലിയസിനകത്ത് അല്ലേ. ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. ഇതിന്റെ പുറത്ത് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ മാത്രമാണ് ക്ലോറിനിലോട്ട് പോയത്. അപ്പൊ പ്രോട്ടോൺസിന്റെ നമ്പർ സെയിം തന്നെയാണ്, 11. ഇനി അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു ചാർജ് കൂടുതലുണ്ട് അല്ലേ, ഒരു പ്രോട്ടോൺ കൂടുതലില്ലേ, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൂടുതലല്ലേ. പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്.
ആർക്ക്? സോഡിയത്തിന്. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പോൾ സോഡിയത്തിന് പോസിറ്റീവ് ചാർജ്. ദെൻ ക്ലോറിൻ്റെ കേസിൽ നമുക്ക് ഇതുപോലെ പറയാമല്ലോ, ബിഫോർ ദ കെമിക്കൽ റിയാക്ഷന് മുമ്പ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? 287. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 17, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 17 നമുക്കറിയാം. ഇനി ചാർജ് ഉണ്ടായിരുന്നു? ഇല്ല, ചാർജ് നോ ചാർജ്. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇലക്ട്രോൺ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് വന്നു. അപ്പോൾ ഈ 7ന്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടെ കൂടി, അങ്ങനെ 288. നമ്പർ ഓഫ് ഇലക്ട്രോൺസോ ഈ 17 എന്നുള്ളതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടെ കൂടിയില്ലേ, അപ്പോൾ 18. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 17 തന്നെ, അവിടെ ഒരു മാറ്റവും ഇല്ല, ഇലക്ട്രോൺസിന് മാത്രമാണ് മാറ്റമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചത് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാ? ഇലക്ട്രോൺസ് ആണ്. പ്രോട്ടോൺസിന് അതിൽ യാതൊരു പങ്കും ഇല്ല. ദെൻ ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ ക്ലോറിൻ്റെ ചാർജ് ഏതാ? നെഗറ്റീവ് ചാർജ്. ഇനി വിച്ച് ആറ്റം ഡൊണേറ്റഡ് ദ ഇലക്ട്രോൺ? ഏത് ആറ്റമാണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തത്? സോഡിയം ആറ്റം അല്ലേ? ഹൗ മെനി ഇലക്ട്രോൺസ്? 1 ഇലക്ട്രോൺ. വിച്ച് ആറ്റം അക്സെപ്റ്റഡ് ദ ഇലക്ട്രോൺ? ഏത് ആറ്റമാണ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തത്? ക്ലോറിൻ ആറ്റം. എത്ര ഇലക്ട്രോൺ ആണ്? 1 ഇലക്ട്രോൺ. ഹൗ ആർ ദ ആറ്റംസ് കോൾഡ് ആഫ്റ്റർ ദേ ഗെറ്റ് ചാർജ്? അവ ചാർജ് ഉള്ളതായിട്ട് മാറുമ്പോൾ അവ എന്താ വിളിക്കുന്നതെന്ന് അത് നമ്മൾ താഴോട്ട് പഠിക്കുന്നതുണ്ട്. നോക്കിയേ, ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ. ഓക്കെ, ഒരു കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് തന്നെയാണ്. സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്, ക്ലോറിനെ വിട്ടുകൊടുത്തപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം അയോണായിട്ട് മാറി, Na+ അയോണായിട്ട് മാറി. ഇനി അതേസമയം ക്ലോറിനോ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Cl- അയോണായിട്ട് മാറി. During the formation of sodium chloride, sodium atom donates an electron and gets converted to sodium ion. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, Na+ അയോണായിട്ട് മാറി. പോസിറ്റീവ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ്. പോസിറ്റീവ് അയോൺസിന് പറയുന്ന പേരാണ് കാറ്റയോൺസ്. ഇനി ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ക്ലോറിൻ അയോണായിട്ട് മാറി, Cl-. അപ്പോൾ നെഗറ്റീവ് അയോൺസ് ആർ കോൾഡ് ആനോൺസ്. അപ്പോൾ പോസിറ്റീവ് അയോൺസ് ആണ് കാറ്റയോൺസ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. എന്നാലും മറന്നു പോവുകയാണെങ്കിൽ നോക്കിയാൽ പോസിറ്റീവിന് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? പോസിറ്റീവ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടീക്ക് അങ്ങനെ തന്നെയല്ലേ നമ്മുടെ സിമ്പിള്? നോക്കി ഇങ്ങനെ, പോസിറ്റീവ് കാറ്റയോൺസ്. ഇനി ആനയോൺസ് ആണെങ്കിലോ നെഗറ്റീവ് ആനയോൺസ്. നെഗറ്റീവ് ആനയോൺസ് ആണ്. നെഗറ്റീവ് അയോൺസ് ആർ കോൾഡ് ആനയോൺസ്. അപ്പോൾ ഇതിൽ നിന്നും ത്രൂ ദീസ് sodium and chlorine atoms complete an octet in their outermost shell and attain stability. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടി അല്ലേ? അപ്പോൾ the oppositely charged ions thus formed are held together by electrostatic force of attraction. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ചാർജുള്ള എന്നെയും നെഗറ്റീവ് ചാർജുള്ള ക്ലോറിനും കിട്ടി. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ്ലി ചാർജിലുള്ള ആറ്റംസ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി ഒരുമിച്ച് ചേർന്നിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് നോൺ ആസ് അയോണിക് ബോണ്ട്. ഈ ടൈപ്പിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്. ഈ സോഡിയം ക്ലോറൈഡ് കണ്ടെയ്ൻസ് അയോണിക് ബോണ്ട്. സോഡിയം ക്ലോറൈഡ് അയോണിക് ബോണ്ടാണ്. അപ്പോൾ അയോണിക് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു കെമിക്കൽ ബോണ്ടിനെ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്. ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഒരു ആറ്റം ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു, മറ്റേ ആറ്റം ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു. ഇൻ ആൻ അയോണിക് ബോണ്ട് the ions are held together by the electrostatic force of attraction between the oppositely charged ions. For ionic bond, in an ionic bond, the ions are held together by electrostatic force of attraction. നമ്മൾ പറഞ്ഞതാണ് ഈ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആറ്റംസ് പരസ്പരം ചേർന്ന് നിൽക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മൂലമാണ്. അത്തരം ബോണ്ടിന് പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മഗ്നീഷ്യം ഓക്സൈഡ് MgO. MgO എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്
Mg എന്നുള്ള ആറ്റവും ഓക്സിജൻ എന്നുള്ള ആറ്റവും ചേർന്നിട്ടാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12. നമുക്ക് എങ്ങനെ എഴുതാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 282. ഓക്സിജന്റെതോ നമുക്കറിയാം 8. അതെങ്ങനെ എഴുതാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തേൽ 8 ആണ്, പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? 6. അപ്പോൾ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോൺ. മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ ആണ് ഇവിടെ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് Mgയുടെ മുകളിൽ. ഓക്സിജന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 6 ആണ്. 6 ഇലക്ട്രോൺസ് ആണ് അതിലുള്ളത്. അപ്പോൾ അത് 1 2 3 4 5 6 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുണ്ട് ഓക്സിജന്റെ കേസിൽ. അപ്പൊ നമുക്കറിയാം ഈ ഓരോ ആറ്റത്തിന്റെ കേസിലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അത് കമ്പൈൻ ചെയ്ത് മോളിക്യൂളായിട്ട് മാറി നിൽക്കുന്നത്. എന്നാലേ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്ന് സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺസ് Mg ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ, മഗ്നീഷ്യം ഓക്സിജന് കൊടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും 8 ഇലക്ട്രോൺസ് ആവും. ആ 2 ഇലക്ട്രോൺസ് ഓക്സിജൻ സ്വീകരിച്ചാൽ ഓക്സിജന്റെ 6 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്? 6ന്റെ കൂടെ 2 ചേരുമ്പോൾ 8. അപ്പോൾ ഓക്സിജന്റെ കേസിലും അതിന് Mg 2 ഇലക്ട്രോൺസ് ഓക്സിജന് കൊടുക്കുമ്പോൾ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും 8 ഇലക്ട്രോൺസ് ആകും. അങ്ങനെ അവ സ്റ്റേബിൾ ആവും. നോക്കിയേ, Mgയിൽ നിന്ന് ഈ 2 ഇലക്ട്രോൺസ് ഓക്സിജനിലോട്ട് കൊടുക്കും. അപ്പോൾ Mg 2 8 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് മാറും. ആ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും ഓക്സിജന്. അപ്പൊ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ സോഡിയത്തിന്റെ കേസിൽ 1 ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആയിരുന്നു. ഇവിടെ Mgയുടെ കേസിൽ, മഗ്നീഷ്യത്തിന്റെ കേസിൽ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ഇവിടെ 2 പോസിറ്റീവ് ചാർജ്. ഓക്സിജന്റെ കേസിലോ 2 ഇലക്ട്രോൺസ് കൂടാതെ സ്വീകരിച്ച് 2 8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി. അങ്ങനെ സ്റ്റേബിൾ ആയി. ഇവിടെ 2 ഇലക്ട്രോൺസ് സ്വീകരിച്ചത് കൊണ്ട് ഓക്സിജന് 2 നെഗറ്റീവ് ചാർജ്. അപ്പൊ അതങ്ങനെ ചേർന്ന് നിന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ആയി. പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളും നെഗറ്റീവ് ചാർജ്ഡ് ആറ്റവും കൂടെ ചേർന്ന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ ചേർന്ന് നിൽക്കുമ്പോൾ അത് മഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ടേബിളാണ്. മഗ്നീഷ്യത്തിന്റെ കേസിൽ നോക്കിയാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മഗ്നീഷ്യം നമുക്കറിയാം ഇവിടെ എഴുതിയിട്ടുണ്ട് 282. 12 ആണ് മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും അറ്റോമിക് നമ്പറും സെയിം ആണ് നമുക്കറിയാം, 12. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 12. ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ Mg കെമിക്കൽ റിയാക്ഷന് മുമ്പ്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് Mgയുടെ കാര്യമാണ് പറയുന്നത്, മഗ്നീഷ്യത്തിന്റെ കാര്യം. അപ്പോഴും മഗ്നീഷ്യത്തിന് ചാർജ് ഉണ്ടോ? നോ ചാർജ്. ഇനി ആഫ്റ്റർ ദി കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോഴോ മഗ്നീഷ്യത്തിന് നമ്മൾ കണ്ടു ഈ 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ഓക്സിജന് കൊടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 10. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയപ്പോൾ 2 ഇലക്ട്രോൺ കുറഞ്ഞു, അങ്ങനെ 10 ആയി. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസിന് മാറ്റമുണ്ടോ? നമ്മൾ നേരത്തെ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസിന് മാറ്റമില്ല, 12 തന്നെയാണ്. ഇനി ഇതിനെത്ര ചാർജ്? 2 പോസിറ്റീവ് ചാർജ് അല്ലേ? ഏതിനാ? മഗ്നീഷ്യത്തിന്. ഇവിടെ 2 പ്രോട്ടോൺസും അധികം ഉണ്ട് അതിനകത്ത്, അതായത് പോയിട്ടില്ല, ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആയിട്ട് സെയിം ആയില്ല. ഇനി ഇവിടെ ഓക്സിജന്റെ കേസിലോ ബിഫോർ ദ കെമിക്കൽ റിയാക്ഷന് മുമ്പാണെങ്കിൽ ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയായിരുന്നു? 6 ആയിരുന്നു. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ നേരത്തെ ഉണ്ടായിരുന്ന ആ 2 ഇലക്ട്രോൺ മഗ്നീഷ്യത്തിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ ഓക്സിജൻ എത്രയായി? 8 ആയി. അപ്പോൾ 2 8. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8, കാരണം 2 ഇലക്ട്രോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 ആണ് ഓക്സിജന്റേത് ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസും 8 തന്നെ. കെമിക്കൽ റിയാക്ഷന് മുമ്പ് ഓക്സിജന് ചാർജ് ഉണ്ടോ? ചാർജ് ഇല്ല. ഇനി ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ 2 8. 2 ഇലക്ട്രോൺസ് സ്വീകരിച്ചു, അപ്പോൾ 8 ആയി. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസോ 2 ഇലക്ട്രോൺസ് കൂടി, അപ്പോൾ 8 + 2 10 ആയി. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസോ മാറ്റമുണ്ടോ? നമ്പർ ഓഫ് പ്രോട്ടോൺസിന് മാറ്റമില്ല, 8 തന്നെയാണ്. ഇനി ഇതിന് ചാർജോ? 2 നെഗറ്റീവ് ചാർജ്. ഓക്സിജൻ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചു, അപ്പോൾ 2 നെഗറ്റീവ് ചാർജ്. 2 ഇലക്ട്രോൺസ് കൂടുതൽ വന്നു, അങ്ങനെയാണ് 2 നെഗറ്റീവ് ചാർജ് വന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, മഗ്നീഷ്യവും ഓക്സിജനും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എങ്ങനെയാണ് 8 ഇലക്ട്രോൺ
നോക്കിയാൽ ഇവിടെ എങ്ങനെയാണ് മഗ്നീഷ്യവും ഓക്സിജനും അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കൈവരിച്ചിട്ട് അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ ഈ ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിന് പറയുന്ന പേര് അയോണിക് ബോണ്ട്. അതായത് മഗ്നീഷ്യം ഓക്സൈഡിന് അതിലുള്ള കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ബോണ്ടാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് മഗ്നീഷ്യത്തിൻ്റെ ചാർജ് പോസിറ്റീവ്, ഓക്സിജൻ്റെ ചാർജ് നെഗറ്റീവ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതിനിടയിലുണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിരുന്ന് ഒരു കോമ്പൗണ്ടായിട്ട് മാറും. മഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറും. അപ്പോൾ ഇതിനിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ബോണ്ടാണ്. രണ്ട് ഇതുപോലെ ഇത് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഓക്സിജനും ഇത് മഗ്നീഷ്യവും ആണെന്ന് കരുതുക. അപ്പോൾ മഗ്നീഷ്യവും ഓക്സിജനും ഇതിൻ്റെ ഇങ്ങനെ ചേർന്ന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ ചേർന്ന് ഒരു കോമ്പൗണ്ടായിട്ട് ഇങ്ങനെ ചേർന്നെങ്കിൽ ഒരു കോമ്പൗണ്ടായിട്ട് മാറും. ഇവിടെ നോക്കിയാൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡ് എങ്ങനെ എഴുതുന്നത്? സോഡിയം ഓക്സൈഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Na2O എന്നാണ്. അപ്പോൾ 2 സോഡിയം ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ സോഡിയം 2 എഴുതിയേക്കുന്നത്, ഓക്സിജൻ 1. അപ്പോൾ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് കുറേ ആയിട്ട് പറയുവാണ് അല്ലേ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഓക്സിജൻ്റെ അതോ 8 2 6. അപ്പോൾ സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സോഡിയത്തിന്റെ ഇവിടെയും കൊടുത്തേക്കുന്നത്. ഓക്സിജന്റെ കേസിൽ 6, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 2 4 6. ഇനി ഇവ തമ്മിൽ ചേരുവാണേ. അപ്പോൾ ഇതിൻ്റെ എണ്ണയുടെ ഈ ഒരു ഇലക്ട്രോൺ ഓക്സിജന് കൊടുക്കും, ഈ ഒരു ഇലക്ട്രോണും ഓക്സിജന് കൊടുക്കും. അപ്പം നോക്കിയാൽ സോഡിയത്തിന് 2 8 1 ആയിരുന്നു, ഇവിടെയും 2 8 1 ആയിരുന്നു, ഇവിടെ 2 6 ആയിരുന്നു അല്ലേ. അപ്പോൾ ഓക്സിജന് ശരിക്കും 2 ഇലക്ട്രോൺ വേണം. ഇവിടുന്നും 2 ഇലക്ട്രോൺ കിട്ടി. എണ്ണയ്ക്ക് 1 ഇലക്ട്രോൺ പോകണം സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ, ഈ എണ്ണയ്ക്കും 1 ഇലക്ട്രോൺ നഷ്ടപ്പെടണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കിട്ടിയില്ലേ, എണ്ണയ്ക്ക് ഒരു പോസിറ്റീവ് ചാർജ്, ഈ എണ്ണയ്ക്കും ഒരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ എണ്ണയ്ക്ക് 2 എണ്ണയ്ക്കും കൂടെ 2 പോസിറ്റീവ് ചാർജ്. ഓക്സിജൻ ഇലക്ട്രോൺ സ്വീകരിച്ചപ്പോൾ 2 ഇലക്ട്രോൺ സ്വീകരിച്ചു, അപ്പോൾ 2 നെഗറ്റീവ് ചാർജ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാൻ. സോഡിയം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം ഫ്ലൂറൈഡ്. അപ്പോൾ ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട്. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്, ഫ്ലൂറിന്റെ 9 ആണ്, മഗ്നീഷ്യത്തിന്റെ. അപ്പോൾ ഈ പറഞ്ഞു തന്നത് വെച്ചിട്ട് നിങ്ങളിത് എഴുതി നോക്കുക 2 എണ്ണം. അടുത്ത ക്ലാസ്സിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണെന്ന് കിട്ടിയതെന്ന് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങളിത് എഴുതി നോക്കുക സ്വയം. അപ്പോൾ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ അയോണിക് ബോണ്ടിങ് ആർ കോൾഡ് അയോണിക് കോമ്പൗണ്ട്സ്. ഇങ്ങനെ അയോണിക് ബോണ്ടിങ് വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണ് അയോണിക് കോമ്പൗണ്ട്സ്. അതായത് NaF അയോണിക് കോമ്പൗണ്ട് ആണ്, MgF2 അയോണിക് കോമ്പൗണ്ട് ആണ്, സോഡിയം ഓക്സൈഡ് അയോണിക് കോമ്പൗണ്ട് ആണ്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, നമ്മൾ ആദ്യം പറഞ്ഞത്. അത് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ അയോണിക് ബോണ്ട് വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിന് അയോണിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ